അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP തേർഡ് സെമസ്റ്റർ BCom MDC അറബിക്കിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് നബഉൻ യഖറഉ ബി കാരിസത്തിൻ തുഫ്സിഉ എന്ന് പറയുന്ന കവിത. വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കവിതയാണിത്. അതിൻ്റെ ടൈറ്റിൽ നബഉൻ യഖറഉ ബി കാരിസത്തിൻ തുഫ്സിഉ. അല്ലെ, നബഉൻ ഒരു വാർത്തയാണ്, യഖറഉ അങ്ങനെ ഒരു മുഴങ്ങുന്ന ഒരു വാർത്തയാണ്, ബി കാരിസത്തിൻ തുഫ്സിഉ നമ്മെ ഭയപ്പെടുത്തുന്നൊരു ദുരന്തം, അതായത് ഭയപ്പെടുത്തുന്ന ഒരു ദുരന്ത വാർത്ത എന്നാണ് ഈ കവിതയുടെ ടൈറ്റിൽ. ഇത് ഖസീദത്തുൻ അൻ കാരിസത്ത് വയനാട്. കാരിസത്ത് എന്ന ദുരന്തം, വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കവിതയാണ്. അൽ വാഖിഅത്തു ഫി ആഖിരി യൂലിയോ അൽ ആം 2024 2024 നടന്നിട്ടുള്ള വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കസീദയാണ്. അൻഷാഹ അബു സുഹൈൽ. ഇത് എഴുതിയിരിക്കുന്നത് അബു സുഹൈൽ അൻവർ അബ്ദുല്ലാഹിബിൻ അബ്ദുറഹ്മാൻ ഫൽഫരിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഇത് കാമിൽ ബഹറിലാണ്, അതായത് മുത്തഫായിലുൻ 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 എന്ന ബഹറിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. നമുക്കതിൻ്റെ ഓരോ വരികളിലൂടെയും ഒന്ന് പോവാം. ഖദ് ഹസ്ദ ശഅബൽ ഹിന്ദി തൂലുൻ യുൻസിഉ വൽ ഐനു മിൻ സ്വദയാതി ദാലിക തുദ്മിഉ. ഖദ് ഹസ്സ, ഇത് ഇളക്കിയിട്ടുണ്ട്, ഷഅബൽ ഹിന്ദി ഇന്ത്യൻ ജനതയെ. ഷഅബ് എന്നൊക്കെ പറഞ്ഞാൽ ജനത എന്നർത്ഥം. ഇന്ത്യൻ ജനതയെ ഇളക്കിയിട്ടുണ്ട്. തൂല യുൻസിഉ, നന്നായിട്ട് വേദനിപ്പിക്കുന്ന, നല്ലോണം വേദനിപ്പിക്കുന്ന രൂപത്തിൽ ഇന്ത്യൻ ജനതയെ ഇളക്കിയിട്ടുണ്ട്. വൽ ഐനു മിൻ സ്വദയാതി ദാലിക തുദ്മിഉ, കണ്ണുകളൊക്കെ മിൻ സ്വദയാത്ത്, സ്വദയാത്ത് എന്ന് പറഞ്ഞാൽ എക്കോ, അതിൻ്റെ പ്രതിധ്വനികൾ, അതിൻ്റെ പ്രതിധ്വനികളെ കൊണ്ട് തുദ്മിഉ കണ്ണുനീരൊഴുകി. അപ്പോൾ ജനങ്ങളെല്ലാവരും കണ്ണുനീരിലാക്കി, ഇന്ത്യയെ മൊത്തം ഇളക്കിയ ഒരു സംഭവമാണ് ഇത് നമ്മുടെ ഈ വയനാട് ദുരന്തം എന്ന് പറയുന്നത്, അല്ലേ. ഇന്ന സമാ തഫത്തഹത് ബിസ്വബീബിഹ. ഇന്ന സമാ, ആകാശം, തഫത്തഹത്ത്, ആകാശം ഇങ്ങനെ തുറന്നു, ബിസ്വബീബിഹ, അതിങ്ങനെ ചൊരിക്കാൻ തുടങ്ങി, അതായത് ആകാശം നല്ലോണം മഴ പെയ്തു എന്നർത്ഥം. ഫൽഗൈസു യഖ്തുലു കദ്ദിലാഇ വയദ്ഫഉ. ഫൽഗൈസു, അപ്പോൾ മഴ, യഖ്തുലു, അതിങ്ങനെ മഴ ഇങ്ങനെ പെയ്യുന്നു, കദ്ദിലാഇ വയദ്ഫഉ, അത് പിന്നെ ദൽവത്തിൻ്റെ ജമ്മാണ്, ബക്കറ്റുകൾ എന്നർത്ഥം. ബക്കറ്റുകൾ പോലെ മഴകൾ എന്ത് ചെയ്യുന്നു, പെയ്യുന്നു, അത്രക്കും ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു. വയദ്ഫഉ, അതിങ്ങനെ പ്രവഹിക്കുന്നു. വൈനാഹു തിൽക്കൽ ബൽദത്തുൽ ജദ്ദാബത്തു. വൈനാഹ് എന്ന് ഉദ്ദേശിക്കുന്നത് വയനാടാണ്. തിൽക്കൽ ബൽദത്തു, അതൊരു നാടാണ്. എങ്ങനത്തെ നാടാണ്? അൽ ജദ്ദാബത്തു, വളരെ മനോഹരമായ, എല്ലാവർക്കും ആകർഷകമായിട്ടുള്ള ഒരു നാടാണേത്, വയനാട് എന്ന് പറയുന്നത്. യർത്തജു ജാനിബുഹ വല യുതവക്കഉ. അതെന്ത്? യർത്തജു, അതിങ്ങനെ വിറക്കുന്നു. ജാനിബുഹ, ആ വയനാടിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വിറക്കുന്നു. വല യുതവക്കഉ, ആർക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ആർക്കും പ്രതീക്ഷ കൊടുക്കാതെ, പ്രതീക്ഷിക്കപ്പെടാത്ത രൂപത്തിൽ അതിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യുന്നു, അതിങ്ങനെ വിറക്കുന്നു. യൻഹാറു നീഖുൻ ജാരിഫൻ മാ തഹ്തഹു ഫഗദൽ മകാനു കഖീഅത്തിൻ ലാ തൻഫഉ. യൻഹാറു, യൻഹാറു എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇടിഞ്ഞു വീഴുന്നു. എന്ത്? നീഖുൻ ജാരിഫൻ മാ തഹ്തഹു. നീഖ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മലഞ്ചെരുവ് അല്ലെങ്കിൽ ഉയർന്ന മലകളൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ഇടിഞ്ഞു വീഴുന്നു. ജാരിഫൻ മാ തഹ്തഹു, അതിൻ്റെ താഴെയുള്ള താഴ്ഭാഗം എന്ത് ചെയ്യുന്നു? ജാരിഫൻ, ഒലിച്ചു പോകുന്നു. അപ്പോൾ മലകളും കുന്നുകളും മലഞ്ചെരുവുകളൊക്കെ എന്ത് ചെയ്തു? അതിങ്ങനെ ഇടിഞ്ഞു പോയിട്ട് അതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ ഒലിച്ചു പോകുന്നു. ഫഗദൽ മക്കാനു കഖീഅത്തിൻ ലാ തൻഫഉ. അങ്ങനെ ഫഗദൽ മക്കാൻ, വദ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ആയിത്തീർന്നു, അൽ മക്കാൻ, അങ്ങനെ ആ സ്ഥലം ആയിത്തീർന്നു. കഖീഅത്തിൻ ലാ തൻഫഉ, കഖീഅത്തിൻ, ഒരു തരിശു ഭൂമിയായിത്തീർന്നു. ലാ തൻഫഉ, ആർക്കും ഉപകാരമൊന്നുമില്ലാത്ത ഒരു തരിശു ഭൂമിയായിട്ട് എന്ത് ചെയ്തു? അവിടെ മാറി. ഓക്കെ. ഖദ് ഹഫ സുക്കാനൻ വ അസ്വാഖൻ ലഹും. അങ്ങനെ ഖദ് ഹഫ, അവിടെ എന്ത്? ആകെ മൂടി, അല്ലേ. ഹഫ എന്ന് പറഞ്ഞാൽ
ആകെ മൂടി. സുക്കാനൻ വ അസ്വാക്കൻ ലഹും, അവിടുത്തെ ജനങ്ങളെ മൊത്തത്തിൽ അത് മൂടി. അതുപോലെ തന്നെ വ അസ്വാക്കൻ ലഹും, അവർക്കുള്ള അവിടെ മാർക്കറ്റുകൾ, അവിടെ സൂക്കുകൾ, അതുപോലെ തന്നെ വ മആഹിദൻ ഷത്താ, അതായത് പലവിധ സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു, മൂടി. ലിസുബുലിൻ തഹ്ലഹു, അത് എന്ത് ചെയ്യുക, ഒരു കീഴടങ്ങിയ രൂപത്തിൽ ഈ സ്ഥാപനങ്ങളും മാർക്കറ്റുകളും താമസക്കാരും എല്ലാവരും കീഴടങ്ങിയ രൂപത്തിൽ അവകളെല്ലാം എന്ത് ചെയ്തു, ഈ പിന്നെ ദുരന്തത്താൽ മൂടി. കത് ഹഫ വമിആതു ഷഖ്സിൻ ഫാറഖു അർവാഹഹും, വമിആതു ഷഖ്സിൻ, നൂറോളം, നൂറുകണക്കിന് ആളുകൾ, ഫാറഖു അർവാഹഹും, അവർക്കവിടെ ആത്മാവ് വിട്ടുപിരിഞ്ഞു, അവർ മരണപ്പെട്ടു. തഹ്തസ്സറ അജ്സാദുഹും തതഖശഹു, തഹ്തസ്സറ, സറ എന്ന് പറഞ്ഞാൽ മണ്ണ്, അങ്ങനെ മണ്ണിനടിയിൽ, അജ്സാദുഹും തതഖശഹു, അവരുടെ ബോഡികൾ, അജ്സാദ് അവരുടെ ശരീരങ്ങൾ, തതഖശഹു, അതിങ്ങനെ ചിതറിക്കിടക്കുന്നു. അപ്പോൾ നൂറോളം ആളുകൾ, നൂറിലധികം ആളുകൾ മരിക്കുകയും അവരുടെ ഡെഡ് ബോഡി മണ്ണിനടിയിൽ ഇങ്ങനെ ചിതറിക്കിടക്കുകയുമാണ്. വദിയാറുഹും വദവാബുഹും വഹക്കൂലുഹും, അവരുടെ വീടുകളും, വദവാബുഹും അവരുടെ മൃഗങ്ങളും, വഹക്കൂലുഹും അവരുടെ പാടങ്ങളും, അലുഹത്ത് അസാറത്തൈനി ഫഹിയ തഖത്തഉ, അലുഹത്ത് അത് ആയിത്തീർന്നു, അസാറത്തീനി അതായത് ചെളിയുടെ അല്ലെങ്കിൽ മണ്ണിൻ്റെ തടവുകാരായിത്തീർന്നു, ഫഹിയ തഖത്തഉ അതിങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരുന്നു, മണ്ണിനടിയിൽ ആയിത്തീർന്നു എന്നർത്ഥം. അസറു അലാ ജുസസിൻ തുഹയ്യിബു മൻദറ വഅലാ ശതാത്തിൽ ജിസ്മി ദാലിക യുർവഉ, അങ്ങനെ അസറു അവർ കണ്ടെത്തി, ജനങ്ങൾ കണ്ടെത്തി, അലാ ജുസസിൻ, ജുസസ് എന്ന് പറഞ്ഞാൽ മൃതദേഹങ്ങൾ, ഡെഡ് ബോഡികൾ എന്ത് ചെയ്തു, കണ്ടെത്തി. എങ്ങനെ, തുഹയ്യിബു മൻദറ, അതിൻ്റെ കാഴ്ച വളരെ ഭയപ്പെടുത്തുന്നതാണ്. തുഹയ്യിബു ഭയപ്പെടുത്തുന്ന രൂപത്തിൽ അവർക്ക് ഡെഡ് ബോഡികൾ കിട്ടി. ഓ വഅലാ ശതാത്തിൽ ജിസ്മി ദാലിക യുർവഉ, അങ്ങനെ എന്ത് ചെയ്തു, വഅലാ ശതാത്തിൻ, അങ്ങനെ അതിങ്ങനെ ചിതറിക്കിടക്കുകയായിരുന്നു അല്ലേ. വഅലാ ശതാത്തിൽ ജിസ്മി, ശരീരം ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. ദാലിക യുർവഉ, അത് നമ്മളെങ്ങനെ എന്ത് ചെയ്യുന്നു, ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബോഡികളൊക്കെ അതിൻ്റെ ഓരോ പാർട്സുകളും ഒക്കെ ഇങ്ങനെ ചിതറിക്കിടന്ന് പിന്നെ അത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിലുള്ള ഭാഗം നോക്കാം. വതഫറഖത്ത് ഉസറുൻ തശത്തത്ത് ശംലുഹും, അങ്ങനെ വതഫറഖത്ത് ഉസറുൻ, അവരുടെ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ വേർപിരിഞ്ഞു. തശത്തത്ത് ശംലുഹും, അവരുടെ ഷംല് എന്ന് പറഞ്ഞാൽ അവരുടെ ഐക്യം, അവരുടെ പിന്നെ യൂണിറ്റി, അതെന്ത് ചെയ്തു, തശത്തത്ത് തകർന്നു. അവരുടെ കുടുംബം വേർപിരിയുകയും അവരുടെ ഐക്യം തകരുകയും ചെയ്തു. വൽ ഹിബ്ബു വൽ അഇദാനഊഹും അജ്മഉ, വൽ ഹിബ്ബു അവരെ പ്രിയപ്പെട്ടവരും, വൽ അഇദ അവിടെ ശത്രുക്കളും, നഊഹും, നഊ എന്ന് പറഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടവരെ പിന്നെ ഓർത്ത് വിലപിക്കുന്നതിനാണ് നഊ എന്നൊക്കെ പറയാം. വനഊഹും അവരിങ്ങനെ വിലപിച്ചു, അജ്മഉ എല്ലാവരും. അപ്പോൾ ശത്രുക്കളാവട്ടെ സ്നേഹിക്കുന്നവരാവട്ടെ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരെ ഓർത്ത് എന്ത് ചെയ്തു, അങ്ങനെ വിലപിച്ചു. വന്നാസു കാനു ഫി സുബാത്തിൻ നൗം, വന്നാസു ജനങ്ങളായിരുന്നു, കാനു അവരായിരുന്നു, ഫി സുബാത്തിൻ നൗം അവർ നല്ല ഗാഠനിദ്രയിലായിരുന്നു, അവർ നല്ല ഡീപ്പായിട്ട്, അവർ നന്നായിട്ടുള്ള ഉറക്കത്തിലായിരുന്നു. ഇത് തൻസ്വബ് കാരിസത്തുൽ ജിബാലി തുസഅസഉ, അങ്ങനെ എന്ത് ചെയ്തു, ഇത് തൻസ്വബ് അവരുടെ മേൽ അടിച്ചു കയറി, അവരുടെ മേൽ പതിച്ചു. കാരിസത്തുൽ ജിബാലി ആ പർവ്വതത്തിൽ നിന്ന് ആ ദുരന്തം അവരുടെ മേൽ പതിച്ചു. അത് തുസഅസഹു അവരെങ്ങനെ വിറപ്പിക്കുന്ന രൂപത്തിൽ, അവരെല്ലാവരും പേടിച്ച് വിറക്കുന്ന രൂപത്തിൽ ആ പർവ്വതത്തിൻ്റെ ആ ദുരന്തം അവരുടെ മേലിൽ അടിച്ചു കയറി. സുബ്ഹാന റബ്ബി ഐന മഖ്ദുറത്തുൽ ബശർ, സുബ്ഹാന റബ്ബി, റബ്ബെ ഞാൻ നിന്നെ പരിശുദ്ധനാക്കുന്നു. ഐന മഖ്ദുറത്തുൽ ബശർ, മനുഷ്യൻ്റെ കഴിവുകളൊക്കെ എവിടെ, മഖ്ദുറത്ത് സ്കില്ല്, കഴിവ്, മനുഷ്യൻ്റെ കഴിവുകളൊക്കെ എവിടെ. ഐനല്ലദി ഉദദൽ ഫഖാമത്തി യജ്മഉ, ഐനല്ലദി എവിടെയാണ്, അല്ലദി ഉദദൽ ഫഖാമത്തി യജ്മഉ, അതായത് തൻ്റെ ശക്തിയും തൻ്റെ ഫഹാമത്ത് എന്ന ശക്തി അല്ലെങ്കിൽ നമ്മൾ പ്രൗഢി, ഈ പ്രൗഢിയെയും ശക്തിയെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന അതിൻ്റെ ധാരാളം എണ്ണങ്ങൾ, അതിനൊക്കെ ഒരുമിച്ച് കൂട്ടുന്നവനൊക്കെ എവിടെ.
അതായത് ശക്തിയുള്ള ആൾക്കാരെവിടെ, പ്രൗഢിയുള്ള ആൾക്കാരെവിടെ, എവിടെയാണ് മനുഷ്യൻ്റെ കഴിവുകൾ, അവിടെയാണ് നമ്മൾ സുബ്ഹാന റബ്ബി, അല്ലാഹുവേ ഞാൻ നിന്നെ പരിശുദ്ധനാക്കുന്നു എന്ന് പറയുന്നത്. ഇനി കവി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: മാക്കാന ഇല്ലാ കലം ഹിംബിൽ ബസ്വർ. മാക്കാന ആ ദുരന്തമായിരുന്നില്ല, ഇല്ലാ കലം ഹിംബിൽ ബസ്വർ നമ്മൾ കണ്ണ് അടച്ചു തുറക്കുന്ന രൂപത്തിലായിരുന്നില്ല. തഹ്തറു അർളും വൽബരിയത്ത തബ്ലഉ. അതെന്ത് ചെയ്തു? തഹ്തറു, അത് പിന്നെ തഹ്തറു അർളു, ഭൂമി പിളർന്നു, അല്ലെങ്കിൽ ഭൂമി ഇങ്ങനെ നടുങ്ങി. വൽബരിയത്ത തബ്ലഉ, സൃഷ്ടികളൊക്കെ എന്ത് ചെയ്തു? അത് വിഴുങ്ങി, അല്ലേ? അതായത് ഭൂമി മൊത്തത്തിൽ പിളരുകയും നടുങ്ങുകയും അതിലുള്ള സൃഷ്ടികളെല്ലാം വിഴുങ്ങുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള, നമ്മളെ എല്ലാവരും ചിന്തിപ്പിക്കുന്ന ഒരു കവിത കൂടിയാണ് നബഉൻ യഖ്റഉ ബികാരിസത്തിൻ തുഫ്സിഉ എന്ന് പറയുന്ന ഈ കവിത. ഇതാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ. ഓക്കെ, അസ്സലാമു അലൈക്കും.